ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അത് പേര് മാറ്റുന്നതോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. പിന്നെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് തൊഴിൽ ദിനം വേണം. തൊഴിൽ ദിനം കൂട്ടിത്തരണം. അതിൻ്റെ വേതനം കറക്റ്റായി ഞങ്ങളുടെ കയ്യിലെത്തണം. അത് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, പാർട്ടിയില്ല, ഒന്നുമില്ല. തൊഴിലാളി വർഗ്ഗം എല്ലാം ഒന്നായിരിക്കണം. അതല്ലേ നമ്മുടെ ആവശ്യം. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ് നമുക്ക് 150 പണി അനുവദിച്ചിട്ട് 138, 32 വരെ പണി തൊഴിൽ ദിനം ചെയ്തവരുണ്ട് അന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇല്ല. നമ്മളിവിടെ എത്ര പേരുണ്ട് ജോലി ചെയ്യുന്നത്? ഞങ്ങൾ 60 പേര്. 60 പേര്. എല്ലാ ദിവസവും ഉണ്ടോ? അവരോ? ചില ദിവസം ചിലർ കാണത്തില്ല, അല്ലാതെ എല്ലാ ദിവസവും കാണും. 2 പേരുടെ 100 തൊഴിൽ ദിനം കഴിഞ്ഞ് പേര് വരത്തില്ല. 100 തൊഴിൽ ദിനം കഴിഞ്ഞ 2 പേരുണ്ടോ? 2 പേരുള്ള 50 പണി വെച്ച് 100 തൊഴിൽ പാടില്ല കഴിഞ്ഞവരുണ്ട്. അവരുടെ തികഞ്ഞ സാറേ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളൊക്കെ പോരാടും. ഇത് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വരുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. ഇതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ വിടൂല. അത് ഏറ്റവും വരെയും പോവും. നിയമം അവർ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ സമരത്തിൻ്റെ തീച്ചൂളയായിരിക്കും. നമ്മൾ പാർലമെൻറ്റിനകത്ത് ഇന്നലെ ഉണ്ടായത് പാർലമെൻറ്റ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവരുള്ള പ്രക്ഷോഭമായിരുന്നു കേട്ടോ. നിങ്ങളെ എം പി അതിൻ്റെ കൂടെ ശക്തമായിട്ടുണ്ട്. സാറിന്റെ പറയും ഞങ്ങളെല്ലാവരും ഉണ്ട്, തൊഴിലാളികളെല്ലാവരും സാറിന്റെ പറയും. ഇതൊരു രാഷ്ട്രീയ കാര്യമല്ല, നാടിനെ നിലനിർത്തേണ്ട ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മളെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ്, രാഷ്ട്രീയമൊന്നുമല്ല. അപ്പോൾ ആ പാവപ്പെട്ടവർക്കെതിരെ ആക്രമണം നമ്മൾ സമ്മതിക്കില്ല. ഗാന്ധിജിയുടെ പേര് മാറ്റുന്ന അവരുടെ രാഷ്ട്രീയം. പക്ഷേ ഇത് സ്കീം തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും നിങ്ങളെന്താ കഴിക്കുന്നത്? എനിക്കൊന്നും തരുന്നില്ലേ? അപ്പൊ സമരം ചെയ്യാൻ കുറച്ച് ശക്തി വേണ്ടേ? അതെല്ലാം കൂടെ ഉള്ള സ്ഥലത്ത് എല്ലാം കൂടി ഇരിക്കുന്നേ ആൾക്കൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളിരിക്കുന്നെങ്കിലല്ലേ ഷീറ്റ് ഇട്ടിട്ടാണെങ്കിൽ ഇരിക്കാതെ? ആണോ? നിങ്ങൾ ഷീറ്റ് ഇട്ടിട്ടാണോ ഇരിക്കാറുള്ളത്? അവിടെ ഇരിക്കും. കൂലി തരണേ സാറേ, ചെയ്യുന്ന ജോലിയുടെ കൂലി കൂട്ടണം. കൂലി കൂടുതലല്ല, കൂലി കൂട്ടണം. കൂട്ടുകയും ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ ചെയ്തിട്ട് എത്ര നാളായി, ഞങ്ങൾക്ക് കൂലിയില്ല. 10-30 പണി കഴിഞ്ഞ് കൂലി കിട്ടിയില്ല, പൈസ കയറിയിട്ടില്ല. അതൊക്കെ വേണം സാറേ. ഇത് കിട്ടുമ്പോ ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാണ്. കല്യാണക്കാർക്ക് കൊടുക്കണം, കൊച്ചുങ്ങളുടെ ഫീസ് കെട്ടണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാന്നേ. വീട് എല്ലാം പുലർന്നു പോകുന്ന ഇതുകൊണ്ടല്ലേ. അല്ല ഇപ്പൊ കൂലി കൃത്യമായി കിട്ടുന്നുണ്ടോ? ഇപ്പം എത്ര നാളത്തെ ബാക്കിയുണ്ട്? ഇപ്പം എനിക്കല്ലേ മതി. തൊഴിലുറപ്പിന് വന്നിട്ട് ഇത്രയും നാളിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇത് സന്തോഷം കേട്ടോ. നിങ്ങൾ കഴിക്കണം, ഞാൻ കഴിക്കുള്ളൂ. സാറേ ഒരിച്ചിരി എനിക്ക് വേണം. കപ്പയല്ലേ? കപ്പ സാധാരണപ്പെട്ടവന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു പദ്ധതിയിലേക്ക് മാറ്റിയിരിക്കുക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മൻമോഹൻ സിംഗ് ഇത് ആവിഷ്കരിച്ചപ്പോൾ സാധാരണക്കാരനും നമ്മുടെ താഴെത്തട്ടുള്ള അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, പട്ടിണി കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പാണ് ഇത്. അന്ന് ഉണ്ടായ നിയമ തൊഴിൽ ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇപ്പോൾ ഇവരെ നീക്കം ചെയ്യുന്നത്. റൈറ്റ് ടു എംപ്ലോയ്മെന്റ്, അതായത് തൊഴിൽ ചെയ്യാനുള്ള അവകാശമാണ്. നമ്മുടെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല. നിങ്ങളുടെ തൊഴിലാളികളായിട്ട് വരുമ്പം നിങ്ങൾക്ക് ജോലി ചെയ്യാറുണ്ട്, നിങ്ങളുടെ അവകാശമാണ്. ഇത് ഔദാര്യമാക്കി മാറ്റുന്ന ഒരു നിയമമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഡിമാൻഡ് അനുസരിച്ചാണ്, നമുക്ക് ഓരോ പ്രദേശത്തിനും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാം, അതിന് വേറെ കണ്ടീഷനില്ല. ഇപ്പം ബജറ്റ് നോക്കിയിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫലത്തിലെന്താ വരാൻ വേണ്ടി പോകുന്നത്? തൊഴിലുറപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ ക്രമേണ ഇത് നിന്ന് പോകുന്ന സ്ഥിതിയിലോട്ട് വരും. അവരിപ്പോൾ ആളോട് പറയുന്നത് 125 ആക്കിയാണ്. 125, 100-ൽ പോലും ഇപ്പോൾ 92, 80, 75 നടത്തുന്നത് പലയിടത്തും. എന്തുകൊണ്ടാണ്? സമയത്തിന് പൈസ കിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഓരോ നിബന്ധനകളും ടെക്നിക്കൽ നിബന്ധനകളൊക്കെ വരും ഓരോ സമയത്ത്. പിന്നെ ചെയ്യുന്ന പണിക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ ഒരു കുളം കുഴിച്ചാൽ ആ കുളം 5 വർഷത്തിനുള്ളിൽ വീണ്ടും കുഴിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ
നിലവിലുള്ള നിബന്ധനത്തിന് പരിമിതി ഉണ്ട്, എന്നിട്ട് പൂർത്തിയാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ നിബന്ധന കൂട്ടിയിട്ട് 125 ആക്കിയോണ്ട് എന്ത് കാര്യം? പിന്നെ പണമില്ല. നേരത്തെ 100 രൂപയിൽ 90 രൂപയും സെൻട്രൽ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 60 രൂപയാക്കി മാറ്റി. 40 സ്റ്റേറ്റ് കൊടുക്കണം. ഇന്നലെ തന്നെ സ്റ്റേറ്റിലെ മന്ത്രി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, 2000 കൂടി ഞങ്ങൾക്ക് അതുകൊണ്ടാക്കണം. അപ്പോൾ ഇത് സത്യത്തിൽ ഫലത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും സങ്കടവും വിഷമവും എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഇത് പാവപ്പെട്ടവർ മാത്രം ആശ്രയിക്കുന്ന സ്കീമാണ്, പണക്കാരെ ആശ്രയിക്കുന്ന ഒരു പദ്ധതിയല്ല. പാവപ്പെട്ട ഇപ്പം തൊഴിലുറപ്പ്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഉള്ള ഒരു ആശ്വാസ പദ്ധതിയെ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അത് നമുക്ക് ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ല, അതോടൊപ്പം തന്നെ ഈ കട്ടിയായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ ക്യാമറ അടക്കം അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു അവരിപ്പോ നിരീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ ഇരുന്നിട്ട് എല്ലാം കൂടെ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? അല്ല, ഞാൻ ദിശ കമ്മിറ്റിയുടെ ചെയർമാനാണ്. തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനം ചെയ്യുന്ന ജില്ലയിലെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ കൂടി ഔദ്യോഗികമായിട്ടാണ് ഞാൻ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും അറിയാനും ഇത് ഞങ്ങൾ ഇന്നലെയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ ശക്തമായിട്ട് പ്രക്ഷോഭത്തിലൂടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാർലമെൻറ്റിനകത്ത്. ഇനിയും അത് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ശരിയായ വിവരങ്ങൾ തേടാൻ വേണ്ടിയിട്ട് കൂടെ ഞാൻ വന്നതാണ്. അപ്പം നിങ്ങൾ എനിക്ക് കപ്പ് തന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? അപ്പോൾ ക്രിസ്മസ് ആകുന്നതുകൊണ്ട് എൻ്റെ വക ഒരു കേക്ക് കാണുന്നു നിങ്ങൾക്ക്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.